കതിരേശം 3 പോലീസുകാരങ്ങളെ കൊന്നിട്ട് തപ്പിച്ചിട്ടാണ് ജയിൽ റെക്കോർഡ്സിൽ എഴുതിയത്. അപ്പൊ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ കത്തി എങ്ങനെയാണ് സക്സസ് ആയത്, അതുപോലെ തന്നെ എങ്ങനെയാണ് മുരുകദോസ് ഒരു പക്ക കൊമേഴ്ഷ്യൽ പടവും അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള പൊളിറ്റിക്സ് പറയുന്ന ഒരു സോഷ്യൽ മെസ്സേജ് ആയിരുന്ന ഒരു കഥയും എങ്ങനെ ബ്ലെൻഡ് ചെയ്ത് ഇത്രയും വലിയ സക്സസ് ആക്കി നോക്കാം. മുമ്പ് കഥാനായകൻ എങ്ങനെ സക്സസ് ആയതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് അതിന്റെ ഒരു സ്പിൻ ഓഫ് സീക്വൽ കത്തി. നമ്മൾ സ്ഥിരം കാണുന്ന ഒരു വിജയപടം പോലെ അല്ല അത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ അതുപോലത്തെ ഒരു പടം അതിന് മുമ്പും ഞാൻ കണ്ടിട്ടുള്ള അതിന് ശേഷവും ഞാൻ കണ്ടിട്ടുള്ള വിജയുടെ ഒരു കരിയറിൽ നിങ്ങൾ ആ പടത്തിൻ്റെ കളർ ടോൺ തന്നെ ഒന്ന് എടുത്തു നോക്കുക. അതുപോലത്തെ ഒരു പടം പിന്നെ വിജയ് ചെയ്തിട്ടേ ഇല്ല. അതിന് മുമ്പും ഉണ്ടായിട്ടുള്ള വിജയുടെ മറ്റേത് പടങ്ങൾ എടുത്തു നോക്കിയാലും 1-2 പടങ്ങൾ ഒഴികെ ബാക്കിയെല്ലാം ഭയങ്കര വൈബ്രന്റും ഭയങ്കര കളർഫുള്ളും ഒക്കെ ആയിരിക്കും. പക്ഷെ നമ്മൾ കത്തി എടുത്ത് നോക്കുകയാണെങ്കിൽ അതിന്റെ കളേഴ്സ് തന്നെ നോക്കുക, ഒട്ടും സാച്ചുറേറ്റഡ് അല്ല, ശരിക്കും ഒരു മൂഡി ടൈപ്പാണ് നിൽക്കുന്നത്. അത് ആ ഒരു സബ്ജക്റ്റും അതുപോലെ ആയതുകൊണ്ടാണ്. പടം എടുത്ത് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ഒരു ഡാർക്ക് മോഡാണ് ഈ പടം. അഫ്കോഴ്സ് പല പാട്ടും ഡാൻസും അടി ഇടി അതുപോലത്തെ കൊമേഴ്ഷ്യൽ എലമെന്റ്സ് ഒക്കെ ഉണ്ടെങ്കിലും പടം ആ ഒരു സെക്കൻഡ് ഹാഫിലേക്ക് കിടക്കുമ്പോൾ ഭയങ്കര സീരിയസ് ആവുകയും വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ഇഷ്യൂവിനെ പറ്റി സംസാരിക്കുന്ന ഒരു പടം ആവുന്നുണ്ട്. ഇതുപോലത്തെ ഒരു മൂഡ് ഞാൻ ഒരേ ഒരു പടത്തിലേ പിന്നെ കണ്ടിട്ടുള്ളൂ. എൻ്റെ ഒരു ഓർമ്മയിൽ വിജയുടെ തലവയാണത്. അത് പിന്നെ തുടക്കം തൊട്ട് അവസാനം വരെ പക്ക സീരിയസ് വരുന്നു. പടത്തിന് അത് നല്ല അത്യാവശ്യം ഡാർക്ക് സബ്ജക്റ്റാണ്. പിന്നെ പടത്തിനെ പറ്റി പറഞ്ഞു തുടങ്ങുകയാണെങ്കിൽ നമ്മുടെ അനിരുദ്ധിനെ പറ്റി തന്നെ തുടങ്ങാം നമുക്ക്. അനിരുദ്ധും നമ്മുടെ ഹിപ്പ് ഹോപ്പ് തമിഴൊക്കെ ആ ടൈമിൽ കത്തി നിൽക്കുകയായിരുന്നു. ഇതിലെ എല്ലാ പാട്ടും താറുമാറ് ഹിറ്റായിരുന്നു. സെൽഫി പുള്ള എന്ന് പറയുന്ന ആ ഒരു പാട്ട് ആ ടൈമിലൊക്കെ ജസ്റ്റ് ഒന്ന് ഇട്ടാൽ മതി, കോളേജും സ്കൂളൊക്കെ കുലുങ്ങുമായിരുന്നു. അമ്മാരി ഇമ്പാക്റ്റാണ് ഇതിലെ എല്ലാ പാട്ടുകളും ഉണ്ടാക്കിയിട്ടുള്ളത്. പക്ഷേ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട പാട്ട് അത് പടത്തിലില്ല. ആ പാട്ട് ഏതാണെന്ന് വെച്ചാൽ അത് പാലെന്ന് പറയുന്ന സോങ്ങാണ്. അത് ഈ പടത്തിലില്ല. അത് എന്തുകൊണ്ടാണ് കട്ട് ചെയ്തതെന്നൊക്കെ ഞാൻ ഈ വീഡിയോയിൽ തന്നെ കുറച്ച് കഴിയുമ്പോൾ പറയുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ AR മുരുകദോസ് ആണ് ഇതിൻ്റെ ഡയറക്ടർ. അതുപോലെ തന്നെ നമ്മുടെ വിജയ് ഇതിൽ വളരെ എക്സെപ്ഷണൽ ആയിട്ടുള്ളൊരു പരിപാടിയാണ് ചെയ്തിട്ടുള്ളത്. എന്താണെന്ന് വെച്ചാൽ ഇതിൽ 2 പേരും അതുവരെ ഉണ്ടായിട്ടുള്ള ക്രിറ്റിസിസങ്ങളൊക്കെ എടുത്ത് അവർ ഇമ്പ്രൂവ് ആവാൻ നോക്കിയിട്ടുമുണ്ട്. അതുവരെ അവർക്ക് ഉണ്ടായിരുന്ന ഒരു സ്ട്രക്ചർ പോലത്തെ ഒരു സംഭവം, ഒരു ടൈപ്പ് കാസ്റ്റ് പോലത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അത് ഇതിൽ ഇവർ 2 പേരും ബ്രേക്ക് ചെയ്യുന്നുണ്ട്. അതെന്താണെന്ന് ഞാൻ പറയാം. നമുക്കറിയാലോ, വിജയും AR മുരുകദോസും കത്തി ചെയ്യണേക്കാൾ മുമ്പ് കുറേ നാൾ മുമ്പ് വിജയ്ക്ക് ഒരു കംബാക്ക് കൊടുത്തത് തുപ്പാക്കിയിലാണ്. അതാണ് ഇവർ ചെയ്യുന്ന അവസാനത്തെ പടം. നമ്മുടെ സിനിമ വേൾഡിലുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരു ഡയറക്ടർ ആക്ടർ കോംബോ ഒന്നിക്കുമ്പോൾ, അതും ഭയങ്കര ഹിറ്റായിട്ടുള്ളൊരു കോംബോ ഒന്നിക്കുമ്പോൾ അവർ ഒരേ ടൈപ്പ് പോലത്തെ പടങ്ങളായിരിക്കും കൂടുതൽ ചെയ്യാൻ നോക്കുക. അതായത് നേരത്തെ ഹിറ്റ് കൊടുത്തിട്ടുള്ള ആ ഒരു ഫോർമാറ്റൊക്കെ വെച്ചിട്ട് അതേപടി സംഭവം ചെയ്യും. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ പ്രിയദർശനും മോഹൻലാലും എപ്പോൾ ഒന്നിച്ചാലും അതൊരു കോമഡി പടം ആയിരിക്കുള്ളൂ. ഇപ്പോൾ മോഹൻലാൽ പ്രിയദർശൻ കൂട്ടുകെട്ട് നിങ്ങൾ ആലോചിക്കുമ്പോൾ നിങ്ങൾക്കൊരു 10 കോമഡി പടം ആയിരിക്കും ഓർമ്മ വരിക. ചിത്രം എടുത്ത് നോക്കുക, കോമഡി ടു ട്രാജഡി അവസാനം ട്രാജഡിയോ. അതുപോലെ വന്ദനം എടുത്ത് നോക്കുക, കോമഡി ടു ട്രാജഡി അവസാനം ട്രാജഡിയോ. താളവട്ടം എടുത്ത് നോക്കുക, കോമഡി ടു ട്രാജഡി അവസാനം ട്രാജഡി. അതും അല്ലെങ്കിൽ ഔട്ട് ആൻഡ് ഔട്ട് കോമഡി, കാക്കക്കുയിൽ, കിളിച്ചുണ്ടമാവളം, ചന്ദ്രലേഖ, അങ്ങനെ. പക്ഷെ അവർ ഇടയ്ക്കിടയ്ക്ക് ആ ഒരു ക്ലീഷേ ബ്രേക്ക് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. പക്ഷെ അതൊന്നും അത്ര നല്ലതായിട്ട് ടേൺ ഔട്ട് ചെയ്തിട്ടുള്ള. അതിൽ ഏറ്റവും നല്ല ശ്രമം കാലാപ്പാനിയായിരുന്നു. അന്നേരം നല്ല സിനിമയാണ്, പക്ഷേ അത് എന്തുകൊണ്ടോ ബോക്സ് ഓഫീസിൽ വലിയ കാര്യമായിട്ട് സക്സസ് ആയിട്ടുള്ള. പിന്നെ മഴക്കാർ, അറബിക്കടലിൻ്റെ സിംഹം, എല്ലാവർക്കും അറിയാമല്ലോ അതിൻ്റെ വിധി. അപ്പോൾ നമ്മുടെ മുരുകദാസും വിജയും ഓൾറെഡി തുപ്പാക്കി പോലത്തെ ഒരു പടം ചെയ്തു. അവർക്ക് വേണമെങ്കിൽ അതേ എലമെൻസ് ഉള്ള അതേപടി കുറേ സംഭവങ്ങൾ ചെയ്തിട്ട് പിന്നെ അവർ ഹിറ്റ് ഫോർമുല ആവർത്തിക്കാം. പക്ഷെ അതൊന്നും ചെയ്യാതെ പക്ക ഒരു റിയൽ ആയിട്ടുള്ളൊരു റോ ആയിട്ടുള്ളൊരു സബ്ജക്റ്റ് എടുത്തിട്ട് അതിനെ കുറച്ച് കൊമേഴ്ഷ്യലൈസ് ചെയ്ത് കിഡിലിനായിട്ടുള്ളൊരു നല്ലൊരു കൊമേഴ്ഷ്യൽ പടം ഉണ്ടാക്കി. ഇതൊരു ബ്രേവ് അറ്റംപ്റ്റ് ആണ്. ഇത് നമ്മൾ എന്തായാലും അവരെ അപ്രീഷിയേറ്റ് ചെയ്തേ പറ്റൂ. പക്ഷേ ഇതേ കത്തിയുടെ ഫോർമുല എടുത്തിട്ടാണ് ഇവർ മൂന്നിച്ച ആ സർക്കാർ എടുത്തത്. അത് വളരെ മോശമായിപ്പോയി. പക്ഷേ ബാഡ് ആർട്ട് ഓൺലി ഹാപ്പൻസ് ടു ഗുഡ് ആർട്ടിസ്റ്റ് എന്ന് പറയുന്ന പോലെ അത് നമുക്ക് ക്ഷമിച്ചു കൊടുക്കാം. ഇനി നമുക്ക് വിജയ് ഇത് എങ്ങനെയാണ് ബ്രേക്ക് ചെയ്തതെന്ന് നോക്കാം. ഇപ്പോൾ കത്തിയിലേക്ക് വരാണെങ്കിൽ അത്യാവശ്യം ഡാർക്ക് മൂഡ് പിടിച്ചിട്ടുള്ള ഒരു കഥയാണല്ലോ. പോരാത്തതിന് ജീവാനന്ദ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ഇല്ലതുണ്ട്. കതിരേശൻ എന്ന് പറയുന്ന ക്യാരക്ടറാണെങ്കിലും അയാൾ പുറത്ത് ഭയങ്കര ചിരിയും കളിയും കാര്യങ്ങളൊക്കെ ആണെങ്കിലും അയാൾക്കൊരു ഡാർക്ക് പാസ്റ്റ് ഉണ്ട്. പോരാത്തതിൻ്റെ ഒരു കള്ളനാണ്. ഇപ്പോൾ ജീവാനന്ദം എന്ന് പറയുന്ന ക്യാരക്ടർ വെച്ചിട്ട് പുള്ളി ആ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സൈഡും പുള്ളി എത്ര വലിയ ആക്ടറാണെന്ന് ആൾക്കാരെ കൊണ്ട് കാണിച്ചു കൊടുക്കുകയും ചെയ്തു. അതുപോലെ തന്നെ ഒരു വിജയ് പടത്തിൽ എന്തൊക്കെ കിട്ടുന്നോ ഒരു അടി ഇടി, റൊമാൻസ്, കോമഡി, അതുപോലെ തന്നെ പാട്ടും ഡാൻസ് എല്ലാ സംഭവങ്ങളും കതിരേശൻ എന്ന് പറയുന്ന ക്യാരക്ടറിനെ വെച്ച് അത് പ്രതീക്ഷിച്ച് വരുന്നവരെ എല്ലാം സാറ്റിസ്ഫൈ ചെയ്തു. പിന്നെ നമ്മുടെ കത്തിയിൽ ഒരു ഇൻ്റർവെൽ ആ ഒരു പോർഷൻ തൊട്ടുള്ള പിന്നെ എല്ലാ ഫൈറ്റും, എല്ലാ അടിയും, ഓരോ എനിമിയുടെ മുഖത്ത് വീഴുന്ന ഓരോ അടിയും നമുക്ക് ആ ഒരു ഫീല് കിട്ടും. കാരണം ആ ഒരു ഇമോഷൻ്റെ പുറത്താണ്
ആ ആൾക്കാരുടെ ആ ഒരു ഫ്ലൈറ്റൊക്കെ കണ്ട് നമ്മൾ തന്നെ ഒരുമാതിരി ഞെട്ടിപ്പോവും. കതിരേശന് അവരുടെ ആ ഒരു ഫ്ലാഷ് ബാക്കും കാര്യങ്ങളും തന്നൂറ്റെന്ന് പറയുന്ന ആ ഒരു ഗ്രാമത്തിൻ്റെ അവസ്ഥയൊക്കെ കണ്ടിട്ട് എന്താണോ തോന്നുന്നത് അതേ സംഭവമാണ് നമുക്കും തോന്നുക. ഒരുമാതിരി നമ്മൾ സങ്കടപ്പെട്ടു പോകും. അപ്പോഴാണ് ഇൻ്റർവെൽ ടൈമിൽ നമ്മുടെ വിജയുടെ വക ഒരു പഞ്ച് വീഴുന്നത്. അവിടെ തൊട്ട് വിജയ് ഇടിക്കുന്ന എല്ലാ ഇടിയും നമുക്ക് പേഴ്സണലായിട്ട് അവർ ഇടിക്കണം എന്നുള്ള ആ ഒരു ഇമോഷൻ്റെ പുറത്താണ് വരുന്നത്. അതുകൊണ്ടാണ് അതൊക്കെ വർക്കൗട്ട് ആവുന്നത്. പോരാത്തതിന് ഇൻ്റർവെല്ലിൽ നിന്നത് പീക്ക് പോയിന്റിലാണല്ലോ. പിന്നെ നമ്മൾ എടുത്ത് പറയേണ്ടത് കോയിൻ ഫൈറ്റ് ആണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതും അന്ന് വരെ നമ്മൾ മിക്കവരും കണ്ട ഒരു രീതിയിലല്ല ആയിരുന്നു ആ ഫൈറ്റ്. വളരെ ഡിഫറെൻ്റ് ആയിരുന്നു. പോരാത്തതിന് അത് കണ്ടിരിക്കാൻ തന്നെ നല്ല രസമുണ്ടായിരുന്നു. നമ്മൾ ഇന്ത്യയിലെ തന്നെ ടോപ്പ് 10 ഫൈറ്റിങ്സ്, നമ്മുടെ ഇന്ത്യൻ സിനിമയിൽ തന്നെ ഫൈറ്റിങ്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ എന്തായാലും ടോപ്പ് ലിസ്റ്റിൽ ഇതുണ്ടായിരിക്കും. പിന്നെ അവർ ആ ഒരു കർഷകരൊക്കെ ആത്മഹത്യ ചെയ്യുന്നൊരു സീനും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ശരിക്കും നമ്മൾ കണ്ടാൽ തന്നെ ഞെട്ടിപ്പോവും. സത്യം പറഞ്ഞാൽ ആ ഒരു അങ്ങനൊരു സീനൊക്കെ അതുവരെ ഞാൻ മെയിൻ സ്ട്രീം ആയിട്ടുള്ള ഒരു പടത്തിലും കണ്ടിട്ടില്ല. അത് ശരിക്കും ഭയങ്കര ഒരു ഷോക്കായിരുന്നു. ഇത് വർക്കൗട്ട് ആവുന്നതുകൊണ്ടാണ് വിജയുടെ ഓരോ പഞ്ചും നമുക്ക് പേഴ്സണൽ ആവുന്നത്. പടത്തിൽ കതിരേശൻ ജയിലിൽ ആടുകയും പിന്നെ ബാങ്കോക്കിലേക്ക് മുങ്ങാൻ നോക്കുമ്പോൾ ഒരു എയർപോർട്ടിൽ വെച്ച് ഒരു പെൺകുട്ടീനെ കാണുകയും പുള്ളിക്കാരി റോങ് നമ്പർ കൊടുക്കുകയും പുള്ളിക്കാരിക്ക് വേണ്ടി ബാങ്കോക്കിലേക്ക് പോകാണ്ട് ഇവിടെ തന്നെ നിൽക്കുകയും അന്ന് രാത്രി ഫോൺ വിളിക്കാൻ ഇറങ്ങുമ്പോൾ, അതും ഹൈവേ കൂടെ പോകുമ്പോൾ താഴെ ഒരു വണ്ടി വന്ന് ഇടിക്കുന്നത് കാണുകയും അപ്പോൾ ജീവാനന്ദനെ കണ്ട് ഞെട്ടിപ്പോവുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ നിന്നാണ് കഥയുടെ ഒരു തുടക്കം. ഞാനിപ്പോൾ പറഞ്ഞ ഈ സിനാറിയോസൊക്കെ, അതായത് വിജയുടെ ഇൻട്രോ, അവിടുത്തെ ആ ഒരു അറ്റ്മോസ്ഫിയറും കാര്യങ്ങളൊക്കെ കാണിക്കൽ, ഫ്രണ്ടിൻ്റെ ഇൻട്രോ, നായികയുടെ ഇൻട്രോ, അത് കഴിഞ്ഞിട്ട് ഒരു സോങ്, അത് കഴിഞ്ഞിട്ട് മെയിൻ കഥയിലേക്ക് കിടക്കുന്നത് ഈ ഒരു ഇൻസൈറ്റിംഗ് ഇൻസിഡൻറ്റ്, ഇതൊക്കെ വെറും 20 മിനിറ്റ് കൊണ്ട് കിടക്കുന്നത്. 20 മിനിറ്റ് കൊണ്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഈ ടൈമിലെ വിജയ് പടങ്ങളിൽ മാത്രമല്ല, ഏതൊരു മാസ് കൊമേഴ്ഷ്യൽ പടങ്ങളിലും ഈ ഒരു ഇത്രയും പറഞ്ഞ സാധനങ്ങൾ നടക്കാൻ മിനിമം ഒരു മണിക്കൂറെങ്കിലും വേണ്ടി വരും, അല്ലെങ്കിൽ 1.5 മണിക്കൂർ, ഒരു ഫസ്റ്റ് ഹാഫ് മൊത്തം വേണ്ടി വരും. അവിടെയാണ് നമ്മുടെ AR മുരുകദോസിൻ്റെ ബ്രില്യൻസ്. ഇപ്പോൾ ഇതേ ഒരു പോർഷനിൽ ഇതേ ഒരു ടെംപ്ലേറ്റ് ഇത് ഞാൻ തുപ്പാക്കിയിലും കാണിച്ചു തരാം. ഇപ്പോൾ തുപ്പാക്കിയിൽ ക്യാപ്റ്റൻ ജഗദീഷ് നാട്ടിലേക്ക് ലീവിന് വരുന്നു. ഒരു പെണ്ണ് കാണിക്കാൻ കൊണ്ടുപോകുന്നു. പുള്ളിക്കാരനെ ഇഷ്ടപ്പെടാനുള്ള മോഡേൺ അല്ലാത്തതുകൊണ്ട്, പക്ഷേ ആ പെണ്ണിനെ കുറച്ചാൾ കഴിഞ്ഞ് കാണുമ്പോൾ ഇഷ്ടപ്പെടുന്നു. പിന്നെ പുള്ളിക്കാരുടെ പിറകെ നടക്കുന്നു. ഒരു ട്രാഫിക്കിലെത്തുമ്പോൾ പുള്ളിക്കാരി ഇവനോടുള്ള ദേഷ്യം കാരണം വണ്ടിയുടെ ചാവിയും കൊണ്ട് പോകുന്നു. അപ്പോൾ പുള്ളിക്കാരൻ ബസ്സിൽ കയറുന്നു. അവിടെ ബസ്സിൽ വെച്ച് ആരുടെ പേഴ്സ് മോഷണം പോകുന്നു. പക്ഷേ ഒരാളെ സംശയിക്കുന്നു, അയാൾ തീവ്രവാദിയാണ്. ഈ ബസ് പൊട്ടിത്തെറിയും. അതായത് നായകൻ്റെ ഇൻട്രോ ഫസ്റ്റ് തന്നെ, പോരാത്തിന് ഇൻട്രോ സോങ്, അതിൻ്റെ ഇടയിൽ കൂടെ ഫാമിലി അറ്റ്മോസ്ഫിയറും കാര്യങ്ങളൊക്കെ എന്താണെന്ന് കാണിക്കുന്നു. നായികയുടെ ഇൻട്രോ, അതിൻ്റെ ഇടയിൽ അവരുടെ ഒരു സോങ്, 2 സോങ് ഉണ്ട്. അതും കഴിഞ്ഞിട്ട് ഇതുപോലത്തെ ഒരു ഇൻസൈറ്റിംഗ് ഇൻസിഡൻറ്റ്, ആ തീവ്രവാദിനെ കാണുന്നത്. ഇതൊക്കെ എത്ര മിനിറ്റിലായിരിക്കും നടന്നിട്ടുണ്ടാവുക? വെറും 30 മിനിറ്റ്, അരമണിക്കൂർ കൊണ്ട്. തുപ്പാക്കിയും നമ്മുടെ കത്തിയും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ മുരുകദാസ് ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ആദ്യം തുപ്പാക്കിയിൽ പുള്ളി അത് കഴിഞ്ഞതിന് കുറേ ക്രിറ്റിസിസം കിട്ടിയിട്ടുണ്ടായിരുന്നു പുള്ളിക്ക്. അതൊക്കെ പുള്ളി എടുത്തിട്ട് ഇത് ലാഗ് കുറയ്ക്കാൻ വേണ്ടി പുള്ളി പെട്ടെന്ന് തന്നെ ഒരു 20 മിനിറ്റ് കൊണ്ട് തന്നെ, ഒരു ടെംപ്ലേറ്റ് ആണെങ്കിലും ഇത്തിരി സോങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ കത്തിയിൽ അവർ ആ ഒരു കഥയിലേക്ക് കിടക്കുന്നുണ്ട്. പോരാത്തതിന് അതിൽ തുപ്പാക്കിയിൽ അരമണിക്കൂർ കൊണ്ട് 2 സോങ് ഉണ്ടായിരുന്നു. പക്ഷേ ഇതിൽ ഒരേ ഒരു സോങ്ങേ ഉണ്ടായിരുന്നുള്ളൂ. ആ പോരാത്തതിന് പാലം സോങ് എന്ന് പറയുന്ന സോങ്ങില്ലേ, കത്തിയിൽ മറ്റേ പൈപ്പ് ലൈനിലൊക്കെ ഇരിക്കുമ്പോൾ അവർ ഒരു റിംഗ് എക്സ്ചേഞ്ച് എന്ന് പറയുന്ന സംഭവത്തിൽ ഒരു പ്രപ്പോസൽ പോലത്തെ ഒരു സീൻ ഉണ്ടല്ലോ, നിങ്ങൾക്ക് പടം കണ്ടിട്ടുണ്ടെങ്കിൽ ഓർമ്മയുണ്ടാവും. ആ ഒരു സീൻ കഴിയുമ്പോഴാണ് പാലം സോങ് വരുന്നത്. പക്ഷേ അത് പുള്ളി കട്ട് ചെയ്ത് കളഞ്ഞു. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, നമ്മുടെ തുപ്പാക്കിയിൽ ക്ലൈമാക്സിനോട് അടുക്കുമ്പോൾ ഒരു റൊമാൻറ്റിക് പാട്ടുണ്ട്, വെണ്ണിലവേ എന്നും പറഞ്ഞിട്ടുള്ള ഒരു പാട്ട്. പുള്ളിക്ക് ആ ഒരു ടൈമിൽ ഭയങ്കര ക്രിറ്റിസിസം ആ കാര്യത്തിൽ വന്നിട്ടുണ്ടായിരുന്നു. കാരണം ഇത്രയും ടെൻസായിട്ട് നിൽക്കുമ്പോൾ നമ്മുടെ ജഗദീഷ് ജീവനോട് ഉണ്ടാവും, മരിക്കും എന്നുള്ള ഒരു പോയിന്റിലെത്തുമ്പോൾ ഇതുപോലത്തെ ഒരു റൊമാൻറ്റിക് പാട്ട് എന്തിനായിരുന്നു, ആ ഒരു മൂഡിനെ കളഞ്ഞു എന്നാണ് പറഞ്ഞത്. അത് പുള്ളി ടേക്ക് ചെയ്തിട്ട് ഇതിൽ അങ്ങനത്തെ ഒരു സോങ് ഉണ്ടായിരുന്നു. അതും ഒരുപാട് പൈസ ചിലവാക്കി കുറേ നാളുകളോളം ഷൂട്ട് ചെയ്തതാണ് ആ സാധനം. അത് പുള്ളി കട്ട് ചെയ്തോളും. ഇപ്പോൾ നമ്മൾ സാധാരണ ഒരു വിജയ് പടം കാണാമെന്ന് വയ്ക്കുക, വിജയ് ആരെ തല്ലാൻ പോയാലും ആരാ ജയിക്കാന്ന് നമുക്ക് ഓൾറെഡി പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇതിൽ അങ്ങനെയല്ല. ക്ലൈമാക്സ് ആ ഒരു ഫൈറ്റൊക്കെ വന്നപ്പോൾ വിജയ് എങ്ങനെ ഇതിൽ ജയിക്കും എന്നുള്ളൊരു സാധനം നമ്മുടെ മൈൻഡിലുണ്ടായിരുന്നു. അവിടെയാണ് നമ്മുടെ ആക്ടർ വിജയും അതുപോലെ തന്നെ ഡയറക്ടർ മുരുകദാസും ജയിക്കുന്നത്. അതായത് കൊമേഴ്ഷ്യൽ പടങ്ങളിലെ ഒരു ടെക്സ്റ്റ് ബുക്കാണ് ഈ പടം.